അസ്സലാമു അലൈക്കും. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നത്. ഞങ്ങൾക്ക് ഇവിടെ സുഖമാണ് കേട്ടോ. ഞങ്ങൾക്ക് ഇവിടെ ഒരുപാട് മഴയൊന്നും കിട്ടിയിട്ടില്ല, എന്നാൽ വെയിലും ഇല്ല. അങ്ങനത്തെ രണ്ടും കെട്ട പോലത്തെ ഒരു കാലാവസ്ഥയാണ് ഇവിടെ കേട്ടോ. ഇന്ന് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്, സ്വീറ്റ് റെസിപ്പിയാണ്. ഇതൊരു ട്രഡീഷണൽ ആയിട്ട് ഉണ്ടാക്കുന്ന അതേ രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിൻ്റെ ഒന്നും മിസ്സായി പോകാതിരിക്കാൻ വേണ്ടി നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യാം. അപ്പം നമുക്ക് ആദ്യം വേണ്ടത് കുറച്ച് കടലപ്പരിപ്പാണ്. ഞാനിതിൽ 100 ഗ്രാം എടുത്തിട്ടുണ്ട്. 100 ഗ്രാം കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ ഒന്ന് ചെറുതായി റോസ്റ്റ് ചെയ്താൽ മതി. അതിൻ്റെ പച്ചമണം പോകുന്നവരെ ഒന്ന് റോസ്റ്റ് ചെയ്യാം. എന്നിട്ട് നല്ലപോലെ കഴുകിയതിന് ശേഷം കുക്കറിലിട്ട് ഞാൻ അത് വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചതിന് ശേഷം അതൊരു 2-3 വിസിലടിക്കുക. വെന്താൽ മതി, ഉടയരുത് കേട്ടോ. അപ്പോൾ ഞാനത് കുക്കറിലിട്ട് വിസിലടിപ്പിച്ചിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിതിലേക്ക് 1 ഗ്ലാസ് മാവ് എടുത്തിട്ടുണ്ട്. അരിപ്പൊടിയാണ്, ഇത് സാധാ പത്തിരിപ്പൊടിയാണ്. പത്തിരിപ്പൊടി ഞാൻ 1 ഗ്ലാസ് മാവിന് 1 ഗ്ലാസ് വെള്ളം തന്നെ ഒഴിച്ച് നല്ലപോലെ വാട്ടിയെടുത്തിട്ടുണ്ട്. എന്നിട്ടത് പെട്ടെന്ന് നമുക്ക് സോഫ്റ്റായി കിട്ടാനും മാവ് കട്ട കെട്ടാതിരിക്കാനും വേണ്ടിയിട്ട് ഗ്ലാസ്സിലേക്ക് നല്ലപോലെ ഒന്ന് കുത്തി ഉടച്ചാൽ മതി കേട്ടോ. അപ്പോൾ പെട്ടെന്ന് കട്ട കെട്ടുമില്ല, ഉണ്ട പിടിക്കില്ല. എന്നിട്ട് നമുക്ക് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് കുഴച്ചെടുത്താലും ഒരു കുഴപ്പം പറ്റില്ല. പിന്നെ ഞാനത് കുറച്ച് മാവ് എടുത്തതിന് ശേഷം നല്ലപോലെ അത് ചെറിയ ഒരു ഉരുളാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. നിങ്ങൾ കണ്ടല്ലോ വീഡിയോയിൽ. പിന്നെ നമുക്ക് ഇനി ഇത് ചെറിയ ഒരു ഉരുളാക്കി എടുക്കണം. ഞാനിവിടെ ഉണ്ടാക്കുന്നത് പാൽവാഴക്കയാണ് കേട്ടോ. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇങ്ങനെയാണ് ഉണ്ടാക്കുക. ചിലരിത് ജവ്വരിയും കൂടെ ഒക്കെ ഉണ്ടാക്കണ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കുക കേട്ടോ. എൻ്റെ വല്യമ്മയും ഉമ്മയൊക്കെ ഇങ്ങനെ തന്നെ ഉണ്ടാക്കുക. ഞാനും ഇതുപോലെ തന്നെ ഉണ്ടാക്കുക കേട്ടോ. നമ്മൾ നൈസായിട്ട് ഇങ്ങനെ ഉരുട്ടി വെച്ച മാവ് എടുത്തിട്ട് ആദ്യം കയ്യിൽ കുറച്ച് പൊടി ഇടുക, അരിപ്പൊടി ഇടുക. പിന്നെ നമ്മൾ ഇടുന്ന പാത്രത്തിലും അരിപ്പൊടി ഇടുക കേട്ടോ. നമ്മളിത് ഉണ്ടാക്കിയിട്ട് അരിപ്പൊടിയിലേക്കാണ് ഇടുന്നത്, അല്ലെങ്കിൽ അതൊന്നായിട്ട് കട്ട പിടിക്കുകയുള്ളൂ. എന്നിട്ട് കയ്യിൽ ഒരു ലേശം മാവ് എടുത്തിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് ചെയ്യുക കേട്ടോ. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണു. ഇതാണ് ട്രഡീഷണലായിട്ട് ഞങ്ങളുടെ അവിടെ ഉണ്ടാക്കുന്ന പാൽവാഴക്കപ്പൊരി കേട്ടോ. ഞാനിത് ചിലവരൊക്കെ ജവ്വരിയും കൊണ്ടൊക്കെ ഉണ്ടാക്കണ ഞാൻ കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ അവിടെ ഇങ്ങനെ ഉണ്ടാക്കുക. എൻ്റെ വല്യമ്മയും ഉമ്മയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുക. ഞാൻ എൻ്റെ മക്കൾക്ക് ഇങ്ങനെ തന്നെ ഉണ്ടാക്കി കൊടുക്കുക. പിന്നെ നമ്മളത് എല്ലാം ഉണ്ടാക്കിയതിന് ശേഷം അതിൻ്റെ പൊടി ഒന്ന് ചെരിച്ചെടുക്കുക കേട്ടോ. അരിപ്പയെ കൂടെ ഇട്ടിട്ട് പറഞ്ഞാൽ പൊടി താഴേക്ക് വീണോളും, നമ്മുടെ മണി മാത്രം അത് മേലെ കിട്ടും. ഇതുണ്ടാക്കാൻ മാവ് കുഴച്ച് വെച്ചിട്ട് എല്ലാവരും പാടെ വീട്ടിലുള്ള എല്ലാവരും പാടെ ഇരുന്ന 10 മിനിറ്റും കൊണ്ട് പണി തീരും കേട്ടോ. കുട്ടികളെ ഒക്കെ വിളിച്ചിരുത്തിയാൽ മതി. ഇതേപോലെ ഷേപ്പ് കിട്ടണമെന്നൊന്നുമില്ല. ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് അതുപോലെ ഷേപ്പിൽ എടുത്ത് കേട്ടോ. നമുക്ക് സാധാ വീട്ടിലുണ്ടാക്കി കഴിക്കണമെങ്കിൽ ഇതേപോലത്തെ ഷേപ്പിൽ തന്നെ കിട്ടണമെന്നൊന്നുമില്ല. ട്രഡീഷണൽ ആയിട്ട് ഉണ്ടാക്കുന്ന ഷേപ്പും റെസിപ്പി ഇതാണ്. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ഉണ്ടാക്കി അതിനൊക്കെ ചെരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഈ പൊടി കളയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വേണം നമുക്ക് പുട്ടുണ്ടാക്കുമ്പോഴോ പത്തിരി ഉണ്ടാക്കുമ്പോഴൊക്കെ എടുക്കാം കേട്ടോ. അത് ചെറിയൊരു നനവുണ്ടാവും നമ്മൾ ഈ മാവിട്ട കാരണം. പിന്നെ ഞാനിതിലേക്ക് 3 തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ പൂണ്ടിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇനി നമ്മളത് മിക്സിയിലിട്ടിട്ട് ഇത് തേങ്ങാപ്പാൽ എടുക്കാൻ വേണ്ടിയിട്ട് ഇത് 2 പ്രാവശ്യമായിട്ട് ഞാൻ മിക്സിയിലിട്ടിട്ട് ഇതിൻ്റെ തേങ്ങാപ്പാൽ എടുക്കുന്നുണ്ട്. ഞാനൊരു 4-5 എന്താ അതിന് പറയുക, ഏലക്കായ എടുക്കുന്നുണ്ട്. അതിൽ 3 ഞാൻ ആദ്യം ഇട്ടിട്ട് പിന്നെ 2 ഞാൻ അടുത്തതിൽ ഇടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇത് വലിയ മിക്സിയാണ്. അപ്പോൾ ഞാൻ 2 പ്രാവശ്യമായിട്ടാണ് തേങ്ങ പാലെടുക്കണം കേട്ടോ. ഇത് നല്ലപോലെ ഒന്ന് അടിച്ചതിന് ശേഷം ഓരോ ഗ്ലാസ് ചെറിയ ചൂടുള്ള വെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത്. പച്ചവെള്ളം ഒഴിച്ചാൽ അങ്ങനെ പാല് കിട്ടില്ല. അപ്പോൾ ചെറു ചൂടുള്ള വെള്ളം ഒഴിച്ചാൽ തേങ്ങേൻ്റെ പാല് ഫുള്ളായിട്ട് കിട്ടും കേട്ടോ. ഇപ്പോൾ ഞാനിത് ഫുള്ളായിട്ട് എല്ലാ പാലും 1-ാം പാലും 2-ാം പാലും ഒക്കെ ആയിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്ക് തേങ്ങേൻ്റെ 1-ാം പാല് 4 ഗ്ലാസും കിട്ടിയിട്ടുണ്ട്, 2-ാം പാല് 8 ഗ്ലാസും കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇനി ഇതിലേക്ക് വേണ്ടത് 2 നേന്ത്രപ്പഴമാണ്. അത് ഞാൻ ഇതുപോലെ കനല്ലാണ്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ നെയ്യിലൊന്ന് വഴറ്റിയെടുക്കണം. ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് പഴം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി ഒന്നും മറന്നരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന ബെല്ലൈക്കൺ അമർത്തിയാൽ ഓൾ എന്ന ഓപ്ഷൻ വരും. അപ്പോൾ അത് ഇനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ എന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോഴേക്കപ്പോഴേ കിട്ടും. ഒരുപാട് നല്ല നല്ല റെസിപ്പീസും ടിപ്സും മുടിക്ക് വേണ്ടിയിട്ടുള്ള എണ്ണ കാച്ചണ റെസിപ്പി അങ്ങനെ ഒരുപാടുണ്ട് കേട്ടോ നമ്മുടെ ചാനലിൽ. കാണാൻ താല്പര്യമുള്ളവർ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് കണ്ടു നോക്കുക. അപ്പോൾ ഞാൻ അണ്ടിപ്പരിപ്പും വറുത്തെടുത്തിട്ടുണ്ട്, പഴവും വറുത്തെടുത്തിട്ടുണ്ട്.
ഇതാ പരിപ്പ് ഞാനിത് വേവിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് പരിപ്പ് വെന്ത് കിട്ടിയാൽ മതി, ഒരുപാട് ഉടഞ്ഞു പോകരുത് കേട്ടോ. അങ്ങനെയാണ് നമുക്ക് പരിപ്പ് വെന്ത് കിട്ടേണ്ടത്. അപ്പോൾ എല്ലാം റെഡിയാക്കി. ഇനി ഇത് ഉണ്ടാക്കണ പരിപാടി എങ്ങനെയാണെന്ന് കണ്ടു നോക്കിയാലോ. ഇത് കാണുമ്പോൾ അത്ര വലിയ ടഫ് പിടിച്ച പണിയൊന്നുമില്ല കേട്ടോ, ബുദ്ധിമുട്ടുള്ള പണിയൊന്നുമില്ല, ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഇതപ്പോൾ നമ്മൾ തേങ്ങേൻ്റെ പാലെടുത്താൽ രണ്ടാം പാൽ ഞാൻ അതിൽ ഒഴിച്ചിട്ടുണ്ട്. 8 ഗ്ലാസ് പാലുണ്ട് കേട്ടോ. ഇത് രണ്ടാം പാല് കട്ടിയില്ലാത്ത പാലാണ്. പിന്നെ അത് നല്ലപോലെ ഒന്ന് തിളയ്ക്കണം കേട്ടോ. തിളച്ചതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച മണിമണിയില്ലേ, പാൽ പിടി, കാണുമ്പോൾ തന്നെ എന്താ വരില്ലേ, നല്ല ചന്തമുണ്ട്. ഇതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. വീട്ടിലെല്ലാവരും പാടെ ഒരു 10 മിനിറ്റ് കൊണ്ട് മാഞ്ഞ് പിടിച്ചാൽ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും, കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കാനും നല്ല ഇഷ്ടമായിരിക്കും. ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മൾ പാല് തിളച്ചതിന് ശേഷം നിങ്ങൾക്കിത് വേണമെങ്കിൽ ആവിയിൽ വേവിച്ചിട്ടിടുക കേട്ടോ. ഞാൻ ആവിയിലൊന്നും വേവിക്കില്ല, നേരിട്ട് തന്നെ പാലിലേക്ക് ഇടുകയാണ്. പാല് തിളച്ചതിന് ശേഷം കുറേശ്ശെ ഇട്ടിട്ട് ഒന്ന് ഇളക്കുക, അത് കട്ട പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ 2-3 പ്രാവശ്യമായിട്ട് അത് ഫുള്ളായിട്ട് ഇടുന്നുണ്ട് കേട്ടോ. ഫുള്ളായിട്ട് ഇട്ടതിന് ശേഷം ഞാൻ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അഥവാ എവിടെയും കട്ട പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് അങ്ങനെ കുലുക്കി കൊടുത്ത് വിടർന്നോളും. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തും കൂടി നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്തോട്ടെ. എല്ലാവർക്കും ഇപ്പോൾ എല്ലാ രാജ്യത്തെ റെസിപ്പികളും അറിയണമല്ലോ. ഇത് ഞാൻ പാലക്കാടാണ് കേട്ടോ, ഞങ്ങളുടെ അവിടെയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുക. ഇതപ്പോൾ ഇട്ട് നല്ലപോലെ തിളച്ചതിന് ശേഷം നോക്കിയപ്പോൾ നല്ല മുത്തുമണി പോലെ നല്ല വെന്തിട്ടുണ്ട്. ഒന്നും മുട്ടാണ്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ തന്നെ ചെയ്താലാണ് നിങ്ങൾക്ക് കറക്റ്റ് റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഓരോന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി പറയുന്നത്. പിന്നെ ഞാനിത് കടലപ്പരിപ്പ് വേവിച്ചത് വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുത്തിട്ടുണ്ട്. ഫുള്ളായിട്ടൊന്നും ഞാൻ ഇടുന്നില്ല കേട്ടോ. 100 ഗ്രാം പരിപ്പാണ് ഞാൻ വേവിച്ചത്, അത് മുഴുവനൊന്നും ഇടുന്നില്ല. അതിൻ്റെ 1/4 ഭാഗമേ ഇടുന്നുള്ളൂ. അത്ര ഇതിലേക്ക് ആവശ്യമുള്ളൂ. ഞാൻ എത്ര വേണ്ടി വരും നോക്കാൻ വേണ്ടിയിട്ടാണ് ഫുള്ളായിട്ട് വേവിച്ചത്. അപ്പോൾ ഞാനൊരു 1/4 ഭാഗം മാത്രമേ ഇതിലേക്ക് ഇട്ടിട്ടുള്ളൂ. പിന്നെ ഞാൻ ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര ഇടുന്നുണ്ട്. ഞാൻ എപ്പോഴും വെല്ലം ഇട്ടിട്ടാണ് ഇടല്. അപ്പോൾ എപ്പോഴും ഇപ്പം വെല്ലം ഇട്ടത് റെസിപ്പി ഇടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇപ്രാവശ്യം ഒന്ന് പഞ്ചസാരയിട്ട് ആക്കിയതാണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇതിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു, അത് വെല്ലം ഇട്ടിട്ടാണ് ഉണ്ടാക്കിയത്. പഞ്ചസാര ഇട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് നല്ലപോലെ ഉരുകിയതിന് ശേഷം നമ്മൾ അതിലേക്ക് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ളു ഉപ്പ് ഇടുന്നുണ്ട്. ഇതെല്ലാം പാടെ നല്ലപോലെ യോജിച്ചതിന് ശേഷം പിന്നെ അതിലേക്ക് ഇനി കുറച്ച് നമ്മൾ വറുത്ത് വെച്ച പഴവും അണ്ടിപ്പരിപ്പും ഇടാം. അതിന് ഞാൻ കുറച്ച് പഴം അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്, കുറച്ച് അണ്ടിപ്പരിപ്പ് ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ലാസ്റ്റ് ഒന്ന് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് കാണുമ്പോഴത്തെ അത്ര വല്ലാത്ത ബുദ്ധിമുട്ടുള്ള പണിയൊന്നും വിചാരിച്ചിട്ട് ആരും ഉണ്ടാക്കാതിരിക്കരുത് കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കി ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിപ്പിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ പഴവും നമ്മൾ അണ്ടിപ്പരിപ്പും ഇട്ട് എല്ലാം ഇട്ടതിന് ശേഷം നല്ലപോലെ ഇളക്കിയിട്ടുണ്ട്. ഇളക്കിയതിന് ശേഷം കുത്തി ഉടച്ചിളക്കരുത് കേട്ടോ. ഒന്ന് കയ്യിലും കൊണ്ട് ഇങ്ങനെ പരത്തിയിട്ട് ഇളക്കാൻ പാടുള്ളൂ കേട്ടോ. പിന്നെ നമ്മളിതാ ലാസ്റ്റ് ഒഴിക്കണത് തേങ്ങൻ്റെ 1-ാം പാലാണ്. ഇപ്പം 4 ഗ്ലാസ് പാൽ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ, കട്ടിയുള്ള പാല്. ഇതിനൊരു 4 തേങ്ങയൊക്കെ വേണം. ഞാനൊരു 3 എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. നല്ല പച്ച തേങ്ങ കിട്ടിയാൽ നല്ല പോലെ പാൽ കിട്ടും. പിന്നെ 1-ാം പാൽ ഒഴിച്ചതിന് ശേഷം പിന്നെ തിളയ്ക്കും ഒന്നും വേണ്ട കേട്ടോ. നല്ല പോലെ ഒന്ന് ചൂടായി കിട്ടിയാൽ ഇനി നമുക്ക് ഇതിലേക്ക് വേറെ ഒരു പണിയൊന്നുമില്ല. ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാ കൂട്ടുകാരനെ കൊണ്ടും ഒരുപാട് നന്ദിയുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ അസ്സലാമു അലൈക്കും ബായ്. വേണ്ട എന്ത് ഹെൽത്തി ആയിട്ടുള്ള നല്ല അടിപൊളി ട്രഡീഷണൽ ആയിട്ടുള്ള റെസിപ്പിയാണ്. അതിൽ തേങ്ങാപ്പാലും അരിപ്പൊടിയും പഴവും അണ്ടിപ്പരിപ്പും ഒക്കെയാണ് ചേർത്തിരിക്കുന്നത്. പഞ്ചസാര മാത്രമാണ് ഇപ്പോൾ ഒത്തിരി ഒന്ന് അൺഹെൽത്തി ആയിട്ടുള്ളത്. പഞ്ചസാരക്ക് പകരം നിങ്ങൾക്ക് ബെല്ലാക്കിയിട്ടും ചെയ്യാം. ഇതേ റെസിപ്പിയിൽ ഞാൻ ബെല്ലിട്ടിട്ട് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം. ഇത് നോമ്പ് 11-ന് ഞങ്ങളുടെ അവിടെ സ്ഥിരം ഉണ്ടാക്കുന്നതാണ്. പിന്നെ കുടിക്കാൻ തോന്നുമ്പോൾ എപ്പോഴും വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ. ഞാനിതാ കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ പാത്രത്തിലും ഗ്ലാസ്സിലൊക്കെ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ അപ്പോൾ ഞാൻ ഗ്ലാസ്സിലത്തെയും പാത്രത്തിലും ഒക്കെ പാടൊന്ന് വീഡിയോ എടുത്താണ്. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ അസ്സലാമു അലൈക്കും ബായ്.